പേഴ്സൺ ആണ് അൺസൗണ്ട് പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. അൺസൗണ്ട് മൈൻഡ് പേഴ്സൺസിനും ഒരു കോൺട്രാക്റ്റിലേക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഹൂ ഈസ് എൻ അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? അതായത് a person while making a contract should be a sound mind, otherwise the contract will be valid in the eyes of law. Who is the person of unsound mind has been amply clarified by section 12 of the Indian Contract Act, which reads, അതായത് അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നോർമൽ പേഴ്സൺ, സൗണ്ട് മൈൻഡ് അല്ലാത്ത ഒരാൾക്കാർ. ഓക്കെ, അങ്ങനെ സൗണ്ട് മൈൻഡിൽ ഒരു എഗ്രിമെൻ്റ് ആണെങ്കിൽ ഇറ്റ്സ് ഷുഡ് ബി വാലിഡ്. ഓക്കെ, അതല്ലാതെ ഒരു അൺസൗണ്ട് മൈൻഡ് പേഴ്സണിനെ വെച്ചിട്ട് നമ്മളൊരു കോൺട്രാക്ട് സൈൻ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. ആ എഗ്രിമെൻ്റ് മുന്നോട്ടേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെയുള്ള പേഴ്സൺസിനെ നമുക്ക് ഈ കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പം എങ്ങനെയൊക്കെ പേഴ്സൺസിനാണ് അൺസൗണ്ട് മൈൻഡ് പേഴ്സൺസ് എന്ന് പറയുന്നത്? ലുനറ്റിക്സ്, അതായത് മെൻ്റലി ഡീറേഞ്ച്ഡ് ഡ്യൂ ടു സം മെൻ്റൽ സ്ട്രെയിൻ ഓർ പേഴ്സൺ അതായത് മെൻ്റൽ സ്ട്രെങ്ത് കുറഞ്ഞ ഒരാൾക്കാരാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാരാണ് എന്താ പറയുന്നത്? ലുനാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരും എന്തായിരിക്കാം? കോൺട്രാക്ട് എഗ്രിമെൻറ്റിൽ ഇൻവോൾവ് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തേതാണ് ഇഡിയറ്റ്സ്. ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയില്ല ഇഡിയറ്റ്സ്, നോർമൽ പറയുന്ന ഇഡിയറ്റ്സ് അല്ല. എൻ ഇഡിയറ്റ് ഈസ് എ പേഴ്സൺ ഹൂ പെർമനൻ്റ്ലി ആൻ അൺസൗണ്ട് മൈൻഡ്, സ്ഥിരമായിട്ട് അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ഒരാൾ. എന്ത് പറഞ്ഞാലും ഒരു സുഖമില്ലാത്ത നടക്കുന്ന ഒരാൾക്കാരുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോൺട്രാക്റ്റിലേക്ക് എഗ്രിമെൻറ്റിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് പറ്റില്ല. മൂന്നാമത്തത് ഡ്രങ്കൺ, അതായത് കുടിക്കുന്ന ആൾ, ഡ്രങ്കൺ പേഴ്സൺസ്. സ്ഥിരം ടൈമിൽ മദ്യപിച്ച് നടക്കുന്ന ഒരാൾക്കാർ ഡ്രങ്കൺ പേഴ്സൺസ് ആണെങ്കിൽ നമുക്ക് അവരെ ഒരു എഗ്രിമെൻറ്റിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റില്ല. കാരണം അവർക്കൊരു അൺസൗണ്ട് മൈൻഡ് ആയിരിക്കില്ല ഉണ്ടാവുക, നോർമൽ ബുദ്ധി ആയിരിക്കില്ലല്ലോ ഉണ്ടാവും ആ സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നിയമം അനുശാസിക്കുന്ന ഇതിൽ നമ്മൾ എഗ്രിമെൻറ്റിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അപ്പം അത്രയും കാര്യങ്ങളാണുള്ളത്. അതായത് എന്തൊക്കെയപ്പോൾ നമ്മൾ പഠിച്ചത്? ആർക്കൊക്കെ ഈ ഇതിലേക്ക് കോമ്പീറ്റ് ചെയ്യാമെന്നുള്ളത്. അതിൽ മൈനർ ഉണ്ട്, പിന്നെ അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ. ഓക്കെ, ഈ രണ്ട് ആൾക്കാർക്കും അൺസൗണ്ട് മൈൻഡ്, ഈ രണ്ട് പേഴ്സൺസിനെയും നമ്മൾ ഒരു വാലിഡ് എഗ്രിമെൻറ്റിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റില്ല. അവരുടെ പൊസിഷനും കാര്യങ്ങളും നമ്മൾ നോക്കി. ഓക്കെ, അതേപോലെ അൺസൗണ്ട് മൈൻഡ് പേഴ്സൻ്റെ ഒരു പേഴ്സൺ എഗ്രിമെൻ്റ് എങ്ങനെയാണ് സൈൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോക്കി. ഇനി നമുക്ക് അടുത്ത നോക്കാൻ പോകുന്നത് ഫ്രീ കൺസെൻറ്റ്. അതായത് അടുത്തൊരു യൂണിറ്റിൻ്റെ പാർട്ടാണ്. ജസ്റ്റ് തുടങ്ങി വെക്കാം. ഫ്രീ കൺസെൻറ്റ്. ഓക്കെ, ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ, തുറന്ന സമ്മതം. അതായത് മീനിങ് ഓഫ് കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സമ്മതം കൊടുക്കുക. അതായത് യു ഹാവ് ലേൺ ദാറ്റ് വെൻ ടു പാർട്ടീസ് എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് ദർ ഷുഡ് ബി ഗിവ് ദെയർ കൺസെൻറ്റ്. രണ്ട് പാർട്ടീസ്, നമ്മൾ പറഞ്ഞ ഒരു ഓഫറും ഒരു ഓഫററും ഉണ്ടാവും, ഒരു ഓഫറി ഉണ്ടാവും. അപ്പം എന്താ ചെയ്യാം? അവർക്ക് രണ്ടുപേരും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവരുടെ കൺസെൻറ്റോട് കൂടി ഒരു എഗ്രിമെൻറ്റിലേക്ക് വരുന്നതിനാണ് നമ്മൾ ഫ്രീ കൺസെൻറ്റ്. നമുക്ക് ആരെയും ഫോഴ്സ്ഫുള്ളിയോ നിർബന്ധിച്ചോ അല്ലാണ്ട് സമ്മതത്തോടു കൂടി വരുന്നതിനെയാണ് നമ്മൾ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫ്രീ കൺസെൻറ്റ്. ഓക്കെ, ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ രണ്ടുപേരും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു എഗ്രിമെൻറ്റിലേക്ക് കടക്കുന്നതിനാണ് ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത്. ഫ്രീ ആയിട്ടുള്ള ഒരു ഓഫറും ഫ്രീ ആയിട്ടുള്ള ഒരു ആക്സെപ്റ്റൻസും നടന്നതിനാണ് നമ്മൾ ഫ്രീ കൺസെൻറ്റ് പറയുന്നത്. അതിലൊരു ഫ്രീ കൺസെൻറ്റിൽ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, എന്തൊക്കെ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്ന എന്തൊക്കെയായിരിക്കും? ഒന്ന് കൊയേഷൻ, രണ്ട് അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മൂന്ന് ഫ്രോഡ്, ദെൻ മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്സ്. അപ്പം അത്രയും ഫാക്ടേഴ്സാണ് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കൊയേഷൻ. എന്താണ് കൊയേഷൻ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? കൊയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊയേഷൻ മീൻസ് ഫോഴ്സ്ഫുള്ളി കമ്പലിങ് എ പേഴ്സൺ ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ്. ഒന്നുമില്ല, നമ്മളൊരു കോൺട്രാക്റ്റിലേക്ക് ഒരു പേഴ്സണെ നിർബന്ധിച്ച്, കൊയേഷൻ എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചും കൊണ്ട്
അയാളോട് ആ ഒരു എഗ്രിമെൻറ്റിലേക്ക് എൻ്റർ ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ കൊയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വരുന്നത് അത് ഒരു ഫ്രീ കൺസെൻ്റ് ആയിട്ട് കാണുമോ? ഇല്ലല്ലോ. അപ്പോൾ അത് നമ്മൾ ഫ്രീ കൺസെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നൊരു ഒരു പോയിൻ്റാണ് കൊയേഷൻ. അയാൾ നിർബന്ധിച്ചിട്ട് നമ്മൾ ഒരു എഗ്രിമെൻറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതായത് ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യും അങ്ങനെയൊക്കെ ത്രട്ടൺ ചെയ്തിട്ടും അതേപോലെ ലോ അനുശാസിക്കുന്ന നിയമങ്ങളൊന്നും പാലിക്കാണ്ടൊക്കെ കൊണ്ടുവരുന്നതാണ് കൊയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. രണ്ടാമത്തെ പോയിൻ്റാണ് സെക്കൻഡ്, അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് രണ്ടാമത്തെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? The second factor which affects consent it makes unfree is undue influence. The term undue influence means the improper or unfair use of one's superior power in order to obtain the consent weaker person. അതായത് ഒരാളുടെ സുപ്പീരിയർ പവർ എന്താ പറയുക, അൺഫെയർ ആയിട്ട് യൂസ് ചെയ്യുക. അയാളുടെ ഒരു സ്ഥാനം അതിനെ നമ്മൾ അൺഫെയർ ആയിട്ട് യൂസ് ചെയ്തിട്ട് അയാളെ നിർബന്ധിച്ചിട്ട് ഈ അഗ്രിമെൻറ്റിലേക്ക് എൻ്റർ ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അയാളുടെ ഇൻഫ്ലുവൻസ് നമ്മൾ എന്താ പറയുക, അയാളുടെ സമ്മതം അല്ലാതെ അയാളെയും ഇതുപോലെ എന്താ പറയുക അൺഫെയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അയാളുടെ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ അൺഫെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതിനാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അതൊരു ഫ്രീ കൺസെൻറ്റിൽ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. ഓക്കെ, കൊയേഷനും എഫക്റ്റ് ചെയ്യും, അൺഡ്യൂ ഇൻഫ്ലുവൻസ് എഫക്റ്റ് ചെയ്യുന്നു. ദെൻ മൂന്നാമത്തെ ഫാക്ടർ എന്തായിരുന്നു നമ്മൾ നോക്കിയത്? ഓക്കെ, ഇതിന് നമുക്ക് രണ്ടിനും ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് കൊയേഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? കൊയേഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ഈസ് നോട്ട് നെസസറി അല്ലേ. നമ്മൾ നിർബന്ധിച്ചാണ് ഒരാളെ ഒരു കോൺട്രാക്ട് അഗ്രിമെൻറ്റിലേക്ക് എൻ്റർ ചെയ്യിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അവരുടെ പാർട്ടീസിൻ്റെ റിലേഷൻഷിപ്പ് എന്തായിരിക്കും? നമുക്ക് എന്താ പറയുക നെസസറി ആയിരിക്കില്ല. പക്ഷേ അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ എങ്ങനെയാണ് വരിക? സം സോർട്ട് ഓഫ് റിലേഷൻഷിപ്പ് മസ്റ്റ് ബി എക്സിസ്റ്റ് ബിറ്റ്വീൻ പാർട്ടീസ്. നമുക്ക് അയാളുടെ അൺഫെയർ ആയിട്ട് നമ്മൾ അയാളുടെ സ്ഥാനം അയാളുടെ ലീഗൽ പൊസിഷൻസ് ഒക്കെ നമ്മൾ അല്ലെങ്കിൽ അയാളുടെ എന്താ പറയുക അയാളുടെ കപ്പാസിറ്റീനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അവിടെ അയാളുടെ ചിലപ്പോൾ അറിയാൻ വൈകാതിരിക്കും. അപ്പോൾ ചെറിയൊരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഒട്ടും അറിയാതെ ആയിരിക്കില്ലല്ലോ അതിൽ എൻ്റർ ചെയ്യുന്നത്. രണ്ടാമത്തത് കൺസെൻറ്റ് ഈസ് ഗിവൺ അണ്ടർ ദ ത്രെറ്റ് ഓഫ് എൻ ഓഫൻസ്. അതായത് നമ്മൾ കൺസെൻറ്റ് കൊടുക്കും. നമ്മൾ നിർബന്ധിച്ചിട്ടാണെങ്കിലും അയാളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇരുത്തുന്നുണ്ടെങ്കിൽ അയാൾ അതിന് വില്ലിങ്ങായിട്ട് ഒരിക്കലും ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. മറ്റേതിൽ എന്തായിരിക്കും? കൺസെൻറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡോമിനേറ്റിംഗ് ദ വിൽ, നോ ഓഫൻസ് ഈസ് കമ്മിറ്റഡ്. അവിടെ വില്ലിങ്നെസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. അവരുടെ പവറാണ് നമ്മൾ അൺഫെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്.